ഡേയ് നീ പഠിക്കണം. ഞാൻ പഠിക്കണമെന്നില്ല, വെറുതെ ഇരിക്കണം. ഇപ്പം നാളെ പഠിക്കാം. അങ്ങനെയാ, ഞാനും പഠിക്കണമെന്നില്ല. ശരി, അപ്പം നാളെ നോക്കാം. എടാ നിന്റെ സാറസിന്റെ പേരനെ അടിക്കണേ. എടാ നിനക്ക് പഠിക്കാനൊന്നുമില്ല, പഠിച്ചു കഴിഞ്ഞാൽ സമ്മതിച്ചാൽ ചേട്ടാ അത് പഠിക്കാനും വേണ്ട, നാളെ സെറ്റാക്കും. അല്ലെങ്കിൽ നാളെ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഇപ്പം എല്ലാവരും ഇപ്പം നിന്റെ ഇതേ മൈൻഡ് ഇരിക്കണം എന്ന് വെച്ചാൽ ഇപ്പം നീ പറഞ്ഞ കണക്ക് തന്നെ പഠിക്കാതിരിക്കണം, നാളെ സെറ്റാക്കാമെന്ന് പറഞ്ഞിരിക്കണം. നാളെ എന്തോ സെറ്റാക്കാൻ തുണ്ട് വയ്ക്കുമോ? തുണ്ട് വെച്ചെന്നിരിക്കട്ടെ, നിനക്ക് മനസ്സമാധാനം തുണ്ടിരുന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ തുണ്ട് കിട്ടി അത് ഏതിൻ്റെ ഉത്തരവൊന്നും പറഞ്ഞ് എഴുതും. അത് ക്വസ്റ്റ്യൻ കുറച്ചെങ്കിലും അറിയാമെങ്കിലല്ലേ. അല്ല ബുക്ക് തുറന്ന് നോക്കിയല്ലേ നിനക്ക് അതിൻ്റെ ഉത്തരം ഏതെന്ന് അറിയാൻ പറ്റൂ. അത് വിട്, എല്ലാവരും നിനക്ക് പറഞ്ഞു തരണം, കാണിച്ചും തരണം. പക്ഷേ ഇൻവിജിലേറ്റർ സ്ട്രിക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നിന്നെ ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടിരുത്തണം, നീ എന്ത് ചെയ്യും? പൊട്ടൂലേ? പറഞ്ഞു തരണ കാര്യം പോട്ട്, അത് വിട്. അവന്മാർ തിരിഞ്ഞു പോലും നോക്കല്ലോ, ഒന്ന് മൈൻഡ് പോലും ചെയ്യല്ല, നീ എന്ത് ചെയ്യും? അവന്മാരാണെങ്കിൽ 4, 5 പേപ്പർ വാങ്ങിച്ചെടുത്താൽ മതി. ആദ്യം വാങ്ങിച്ച ഒരു പേപ്പറല്ലേ, അതിൽ അര പേജ് വയ്ക്കാൻ നീ കിടന്ന് പെടാപ്പാട് വിടും. എന്തെങ്കിലും എഴുതി വെച്ചിട്ട് കാര്യമില്ല, കണ്ടന്റ് ഇല്ലാതെ. പൊട്ടോടാ, കഴിഞ്ഞ ദീപാവലിക്ക് വാങ്ങിച്ച് പൊട്ടിച്ച പടക്കം പൊട്ടണ പോലെ നീ പൊട്ടും. ഒരു മയവും ഇല്ല. പഠിച്ചാൽ നിനക്ക് കൊള്ളാം. ഈ സാധനം ഞാൻ എടുത്ത് ശരിയെന്ന്.